അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന താരീഖിന്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 50 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ. ഒന്നാമത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കാം. ഇവിടെ ബോക്സിൽ ഉത്തരങ്ങളുണ്ട്. ഓപ്ഷൻസുകൾ ശ്രദ്ധയോടെ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് ആ ബോക്സിലുള്ളത്? ബനു ഖുറൈള, മദീനയിലെ ഖുബായിൽ 14 സഹാബികൾ പള്ളി പണിതു, സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. ഇനി ചോദ്യങ്ങൾ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പ്രവേശിച്ചു എവിടെ? മദീനയിലെ ഖുബായിലാണ് പ്രവേശിച്ചത്. രണ്ടാമത്തത്, മദീനയിലെ സമ്പന്നനാരായിരുന്നു? സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത്, ജൂത ഗോത്രം ഏതാണ്? ബനു ഖുറൈള. നാലാമത്തത്, ബദർ യുദ്ധത്തിലെ ശുഹദാക്കൾ എത്രയാണ്? 14 സഹാബികൾ. അഞ്ചാമത്തത്, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ചെയ്തത് എന്താണ്? പള്ളി പണിതു. ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഇനി രണ്ടാമത്തത്, ശരിയും തെറ്റും അടയാളപ്പെടുത്താം. 1, മദീനയിലെ ആദ്യ പള്ളി മസ്ജിദുൽ ഖുബ ആണ്. ശരിയാണോ? ശരിയാണ്. മദീനയിലെ ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഖുബ ആണ്. രണ്ടാമത്തത്, മക്കയുടെയും ജിദ്ദയുടെയും ഇടയിലുള്ള സ്ഥലമാണ് ബദർ. അല്ല, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ് ബദർ. അവിടെ നമ്മൾ തെറ്റ് അടയാളപ്പെടുത്തണം. മൂന്നാമത്തത്, ഓരോ മുഹാജിറിനും അൻസാറുകളിൽ നിന്ന് ഓരോ സഹോദരനുണ്ടായി. ശരി. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ വരുമ്പോൾ മദീനയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്നു. തെറ്റ്. അല്ല, ന്യൂനപക്ഷമായിരുന്നു, കുറവായിരുന്നു. അഞ്ചാമത്തത്, ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം 313 ആയിരുന്നു. ശരി. ഇങ്ങനെ ശരിയും തെറ്റും അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഇനി അടുത്തത്, നിസ്കാരത്തിന് പുറമെ ഇനി 2 വീതം എഴുതാം. താഴെയുള്ള ചോദ്യങ്ങൾക്ക് 2 വീതം ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിന് പുറമെ മസ്ജിദുൻ നബവി ഉപയോഗപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ. വേറെന്തെല്ലാം ആവശ്യത്തിന് വേണ്ടി മസ്ജിദുൻ നബവിയെ ഉപയോഗപ്പെടുത്തിയിരുന്നു? അതൊരു വിജ്ഞാന കേന്ദ്രമായിരുന്നു, കോടതിയായിരുന്നു, അതുപോലെ കൂടിയാലോചന ഭവനമായിരുന്നു, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം. ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആ പള്ളി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി അടുത്തത്, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും മദീനയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. അതുപോലെ അഭയം തേടി വരുന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. കച്ചവടത്തിലും കൃഷിയിലുമുള്ള സഹകരണം എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകി. ഇതൊക്കെ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യം മദീനയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തത്, മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമാണ്? മദീന കരാർ എന്നുള്ള പാഠത്തിൽ നമ്മളത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ കരാറിന് സാധിച്ചു. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി അടുത്തത്, നാലാമത്തത്, ബദർ യുദ്ധത്തിന്റെ ഫലം എന്തായിരുന്നു? മുസ്ലിങ്ങളുടെ മനോവീര്യം ഉയർന്നു, ഖുറൈശികളുടെ ശക്തി ചോർന്നു. മുസ്ലിങ്ങൾക്ക് ഈ വിജയം ദീനി ദഅവത്തിന് കൂടുതൽ സഹായകമായി. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി ഉത്തരം എഴുതാം. ബദർ യുദ്ധം നടന്നതെന്നായിരുന്നു? ഹിജ്റ 2-ാം വർഷം റമളാൻ 17-നാണ്. രണ്ടാമത്തത്, മദീനയിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ചെയ്തത്? ഓരോ ഗോത്രങ്ങളിലെയും നേതാക്കന്മാരെ വിളിച്ച് ഒരു കരാർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവരെല്ലാം വിളിച്ചുകൂട്ടി ചർച്ചകൾ ചെയ്ത് ഒരു കരാർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതാണ് പിന്നീട് മദീന കരാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. മൂന്നാമത്തത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ സമ്പന്നനായി തീർന്നത് എങ്ങനെയാണ്? മദീനയിലെ തന്റെ സഹോദരനായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു എല്ലാം നൽകാമെന്ന് ഓഫർ ചെയ്തെങ്കിലും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. അങ്ങനെ അദ്ദേഹം സ്വന്തമായി കച്ചവടം ചെയ്ത് മദീനയിലെ വലിയ സമ്പന്നനായി തീർന്നു. അപ്പോൾ സ്വന്തമായി കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായി തീർന്നു. ഇനി ആശയം എഴുതാം. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. ഇതാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തത് വ്യക്തമാക്കാം. അൽ മുഹാജിറൂൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മക്കയിൽ നിന്ന് ഹിജറ വന്ന സഹാബികളാണ് മുഹാജിരീങ്ങൾ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സഹാബികളാണ്.
ഇനി അടുത്തത് ഏഴാമത്തത് പൂരിപ്പിക്കാം. അള്ളാഹുവേ, ഈ ചെറിയ ഡാഷ് നീ നശിപ്പിച്ചാൽ നിനക്ക് ഡാഷ് ചെയ്യാൻ ഭൂമിയിൽ ഡാഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബദർ യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതാണത്. അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാകില്ല. അത് അവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇനി അവസാനത്തത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. തലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാഇ. ആ രൂപത്തിൽ അവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇന്ന് 5ാം ക്ലാസ്സിൽ നടന്ന താരീഖിന്റെ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.